ഹായ്, ഇറ്റ്സ് മീ ഷെല്യാസ് ഫ്രം ഗുഡ് ഡിസൈൻ. പുതിയൊരു കളക്ഷനാണ് ക്രേപ്പ് സിൽക്കിൽ വരുന്നത്. റൈറ്റ് കേട്ടോ, ക്രേപ്പ് സിൽക്കാണ് ടോപ്പ് വരുന്നത്. ബോട്ടം വരുന്നത് ക്രേപ്പ് സിൽക്കാണ്. ദുപ്പട്ട വരുന്നത് ക്രേപ്പ് ജോർജറ്റ്. ഒന്നും കൂടെ ഒരു ഗ്രിപ്പ് ഉള്ള ഒരു ക്ലോത്ത് ആണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. അപ്പൊ നല്ല 4 ഷെയ്ഡ്സാണ് വരിക. നല്ല കംഫർട്ടബിൾ ആണ്, ഫ്ലോ ആയിട്ട് കിടക്കുന്ന ഒരു ക്ലോത്ത് ആണ് വരിക. ഇഷ്ട സൈസുള്ള ആളുകൾക്ക് നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അതുപോലെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്ന പീസിന്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റ് ഐഡി വരുന്നത് CodeOnline.in ആണ്. നമുക്ക് റീപ്ലേസ്മെന്റ് റീഫണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ക്രേപ്പ് സിൽക്ക് നല്ല കംഫർട്ടബിൾ ക്ലോത്ത് ആണ്. ക്രേപ്പ് ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. നല്ല നീറ്റായിട്ട് കിടക്കും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിലേക്ക് ഒരു മെറൂൺ മിക്സ്ഡ്, ഒരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ട് മെറൂൺ ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനെയാണ് വരിക. നല്ല ലൈറ്റ് വെയ്റ്റഡ് ആണ്. 8XL+ സൈസ് വരും. നമുക്ക് ലെങ്ത് വരിക ഒരു 49 to 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. സ്ലീവ് പാർട്ട് ഇങ്ങനെ സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്ലീവിലും സെപ്പറേറ്റ് ഉള്ളത് കാരണം അത്യാവശ്യം നല്ല സൈസായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വണ്ണാണ്. നെക്ക് പാർട്ടിലേക്ക് ഇതുപോലെ കുറച്ചൊരു കുറച്ച് ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റേഞ്ച് ആണ് മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത്. റേറ്റ് വരുന്നത് 1390 വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല നീറ്റായിട്ട് കിടക്കുന്നതാണ്. ഫസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക്. ബോട്ടം വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ്. അതിലേക്ക് ചെറുതായിട്ടൊരു സെൽഫ് ഡിസൈനിൽ ഇങ്ങനെ ഒരു തരം പ്രിന്റ് പോലെ ചെറുതായിട്ട്, അങ്ങനെ ഭയങ്കര വിസിബിൾ അല്ല, ചെറിയൊരു പ്രിന്റ് ഡിസൈൻ വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് ക്രേപ്പ് ജോർജറ്റ് ആണ് കേട്ടോ. അപ്പൊ ക്രേപ്പിന്റെ ഒരു ഫിനിഷിങ്ങും അതുപോലെ ജോർജറ്റ് ഒക്കെ നമുക്ക് ഇടുമ്പോൾ കംഫർട്ടബിൾ ഉണ്ടാവില്ല, അങ്ങനെ വരിക. പിന്നെ ദുപ്പട്ടയുടെ 4 സൈഡിൽ ഇതുപോലെ ലേസ് വരുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു ലേസ് ഉള്ളത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പൊ ഞാനത് വെച്ചിട്ടില്ല. റിമൂവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഞാൻ ലേസ് 2 ലേസ് ഉണ്ട്. അപ്പൊ അത് ഒരു ലേസ് ഞാൻ റിമൂവ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡാണ് ബ്ലാക്ക് വിത്ത് റെഡ്, ഒരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ട് ഒരു മെറൂൺ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് ഫസ്റ്റ് വൺ വരുന്നത് കേട്ടോ, ബ്ലാക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് ഒരു മെറൂൺ ആണ്. മെറൂണിലേക്ക് ഒരു ബേൺഡ് ഓറഞ്ച് കളർ കൂടെ വരുന്ന കോമ്പിനേഷൻ ആണ് കേട്ടോ. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ട് ഒരു മെറൂണും ബേൺഡ് ഓറഞ്ചും കൂടെ വരുന്ന കോമ്പിനേഷൻ ആണ് സെക്കൻഡ് വൺ വരുന്നത്. നല്ല ഷെയ്ഡാണ്. ക്രേപ്പ് സിൽക്ക് എടുത്ത് നോക്കി, ഇതിന്റെ അടിഭാഗത്ത് കണ്ടാ ഈ ഒരു കോമ്പിനേഷൻ, ഒരു മെറൂൺ ബേൺഡ് ഓറഞ്ചിന്റെ ഒരു കോമ്പിനേഷൻ ഇല്ലേ, അങ്ങനെ വരുന്നതാണ്. 49 to 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. 8XL+ സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സ്ലീവ് പാർട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ. സ്ലീവിന്റെ എൻഡിലേക്ക് ഇതുപോലെ ബോർഡർ വരുന്നുണ്ട്. ആ ബോർഡർ ഇതാ ഇങ്ങനെ സ്ലീവ് സെപ്പറേറ്റ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, അതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ക്രേപ്പ് ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. നെക്ക് പാർട്ടിലേക്ക് വർക്ക് വരുന്നുണ്ട്. ബോട്ടം വരുന്ന നോക്കിയേ, നല്ലൊരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ടൊരു മെറൂൺ ഷെയ്ഡും അതിലേക്ക് ചെറുതായിട്ടൊരു സെൽഫ് ഡിസൈൻ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഷൈനിങ് നോക്കി നോക്കിയേ. ക്രേപ്പ് സിൽക്ക് നല്ല ഫ്ലോ ആയിട്ട് കിടക്കുന്ന ക്ലോത്ത് ആണ്. അതിലേക്ക് ക്രേപ്പ് ജോർജറ്റിൽ വരുന്ന ദുപ്പട്ട വിത്ത് 4 സൈഡ് ലേസ് വരുന്നതാണ്. ഓക്കെ, നല്ലൊരു ഷെയ്ഡ്, നല്ല കംഫർട്ടബിൾ ആണ്. കുറേ കാലം ലാസ്റ്റ് ചെയ്ത് നന്നായി വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വന്നിട്ട് ഇൻഡിഗോ ഷെയ്ഡാണ്. ഇൻഡിഗോയും ഒരു മെറൂൺ ടോണും കൂടെ വരുന്ന കോമ്പിനേഷൻ ആണ് തേർഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. 49 to 50 ടോപ്പ് ലെങ്ത് ആണ്. വളരെ ലൈറ്റ് വെയിറ്റഡ് ആണ്. കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂൾ എഫക്ട് വരുന്നതാണ് ക്രേപ്പ് സിൽക്ക് കേട്ടോ. സ്ലീവ് പാർട്ട് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 8XL+ സൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഡിഗോയിൽ തന്നെ വരുന്ന ബോട്ടാണ്, അതും ക്രേപ്പ് സിൽക്കിലാണ് വരിക. ക്രേപ്പ് ജോർജറ്റ് ദുപ്പട്ടയാണ് വരിക. ഫുൾ 4 സൈഡിൽ ലേസ് വരുന്ന ഒരു പാറ്റേൺ കേട്ടോ. ഇതാണ് തേർഡ് ഷെയ്ഡ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഞാനിട്ട് സെയിം ഷെയ്ഡാണ്. ഒരു ബേൺഡ് ഓറഞ്ച്, റസ്റ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയാം. റസ്റ്റ് ഷെയ്ഡിലേക്ക് കോഫി ബ്രൗൺ ആണ് കോമ്പിനേഷൻ ഷെയ്ഡ് വരുന്നത്. 49 to 50 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. ഒരു 8XL+, 10XL ഒക്കെ സൈസ് ഉണ്ടാവും. നല്ല പ്ലസ് സൈസ് ആയിട്ട് അടിക്കേണ്ട, കംഫർട്ടബിൾ ആണ്. ക്രേപ്പ് സിൽക്ക് ആണ്. നെക്ക് പാർട്ടിലേക്ക് ഒരു ഹൈലൈറ്റിംഗ് വർക്ക് ഒക്കെ വരുന്നുണ്ട്. അതിലേക്ക് ബേൺഡ് ഓറഞ്ച് ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം വിത്ത് സെൽഫ് ഡിസൈൻ കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല സൈസ് വരുന്ന ദുപ്പട്ടയാണ് ക്രേപ്പ് ജോർജറ്റ് ദുപ്പട്ട. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. നോർമലി ക്രേപ്പിൽ വരുന്ന ദുപ്പട്ടകൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, കുറച്ചൊന്ന് മാനേജ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് അങ്ങനെയല്ല, ജോർജറ്റ് ആണല്ലോ, ക്രേപ്പ് ജോർജറ്റ് ആണ്. അപ്പോൾ നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്, ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 4 ഷെയ്ഡാണ്. നല്ല കംഫർട്ടബിൾ ക്ലോത്ത് ആണ് ക്രേപ്പ് സിൽക്ക് കേട്ടോ. അപ്പൊ അത് നല്ലൊരു റേറ്റ് ആണ്, വെറും 1390. പെട്ടെന്ന് ആയിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാത്തിട്ട് പോലെ സെൻഡ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ദിവസമായിട്ട് വരാം. അതിലേക്കും ബൈ.